ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ചാനൽ ഫസ്റ്റായിട്ട് ആരെങ്കിലും കാണുന്നുണ്ട് ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണുക. അപ്പോൾ ആദർശം നയനയും കിടന്നിട്ടാണുള്ളത്. അപ്പോൾ ആദർശം നയനയോട് പറയാണ്, അവനൊരിക്കലും കള്ളങ്ങൾ പറയില്ല, കള്ളങ്ങൾ ചെയ്യില്ല. അങ്ങനെയുള്ളവന് എന്തായാലും നല്ലൊരു കുടുംബജീവിതം കിട്ടണ്ടേ. അപ്പോൾ നയന പറയാണ്, ഏട്ടനോ കിട്ടിയില്ല, അപ്പോൾ അനിയനെങ്കിലും കിട്ടണ്ടേ അല്ലേ? അപ്പോൾ ആദർശ് പറയാണ്, നീ എന്താ അങ്ങനെ പറഞ്ഞത്? അല്ല, നമ്മുടെ കുടുംബജീവിതം നല്ല നിലയിലല്ലോ പോകുന്നത്. അങ്ങനെയായിരുന്നു, പക്ഷേ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. അത് ആദർശ് പറഞ്ഞപ്പോൾ നയന പറയാണ്, നാളെ കല്യാണം കഴിഞ്ഞാൽ പിന്നെ അനാമിക ഇവിടത്തേക്ക് വരും. അവരുടെ ഫസ്റ്റ് നൈറ്റാണ് നാളെ. അല്ല, അതെന്തിനാ നീ ഇപ്പോൾ പറഞ്ഞത്? ഏയ്, ഒന്നിനുമല്ല. പിന്നെ കാണിക്കുന്നത് അജയനെയാണ്. അപ്പോൾ അവിടത്തേക്ക് ജാനകി വെള്ളവുമായിട്ട് വന്നിട്ട് പറയാണ്, അജയേട്ടൻ ഇതുവരെ ഉറങ്ങിയില്ലേ? അല്ല, നമുക്കാകെ കൂടി ഒരു മോനേ ഉള്ളൂ, അവനെ വിഷമിപ്പിച്ചിട്ടൊരു കല്യാണം നടത്തേണ്ടായിരുന്നു ജാനകി. അപ്പം ജാനകി പറയാണ്, നാളെയാണ് കല്യാണം, ആ നേരത്താണോ ഇങ്ങനെയൊക്കെ പറയുന്നേ? അതല്ല, അച്ഛൻ്റെ അടുത്ത കൂട്ടുകാരനാണ് പുരോഹിതൻ. അദ്ദേഹം നമ്മുടെ കുടുംബത്തിന് തകർച്ചയുണ്ടാക്കുന്ന ഒരു കാര്യവും പറയാറില്ല. സത്യം പറയാലോ അജയേട്ടാ, ഈ കല്യാണം മുടക്കാനായിട്ട് നയനയ്ക്കും അവളുടെ അമ്മയ്ക്കുമൊക്കെ ഒരുപാട് നേർച്ചയും വഴിപാടും ഒക്കെ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ മനസ്സൊക്കെ മാറി വരുന്നത്. നമ്മുടെ മോനെ സ്നേഹിക്കുന്നൊരു പെൺകുട്ടിയല്ലേ അവൻ്റെ ഭാര്യയായിട്ട് വരേണ്ടത്. അനിയെന്ന് വെച്ചാൽ അനാമികയ്ക്ക് ജീവനാ. ആൾക്കാരെ മനസ്സിലാക്കുന്ന കാര്യത്തിൽ തനിക്ക് തെറ്റുപറ്റിയെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അവൻ്റെ ഫ്രണ്ട്സിനെ പോലും സൂക്ഷിച്ച് തിരഞ്ഞെടുക്കാറുള്ളൂ. അങ്ങനെയുള്ളപ്പോൾ അവന് അനാമികയിൽ എന്തെങ്കിലും പോരായ്മ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് പിന്നെ സീരിയസ് ആയിട്ട് നമ്മൾ കാണണ്ടേ. നമ്മുടെ മോൻ ഇതുവരെ തെറ്റുപറ്റിയിട്ടില്ല, അതുകൊണ്ട് ഇതുവരെ അവന് നല്ല കൂട്ടുകാരേ ഉണ്ടായിട്ടുള്ളൂ. എന്നാൽ ഇപ്പോൾ അവൻ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ അവൻ നന്ദുവിനെ പോലെയുള്ള ഫ്രോഡിനെ ഇഷ്ടപ്പെട്ടത്. നന്ദു ഫ്രോഡ് വേണോ? അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? അങ്ങനെ ആയതുകൊണ്ട് തന്നെ. അല്ലെങ്കിൽ അനിയുടെ കല്യാണമെന്ന് അവൾക്കറിയാം, എന്നിട്ട് വീണ്ടും അവനെ സ്വാധീനിക്കാൻ നോക്കുമോ അവൾ? അവളോട് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞതാ, കല്യാണത്തിൻ്റെ അന്ന് വന്നാൽ മതിയെന്ന്. എന്നിട്ട് നോക്ക്, കല്യാണത്തിൻ്റെ അന്ന് വരാൻ പറഞ്ഞിട്ട് തലേന്ന് തന്നെ അവളുടെ അച്ഛനെയും കൂട്ടി അവൾ വന്നില്ലേ? അത് ഈ വീട്ടിലെല്ലാവരും അവളെ നിർബന്ധിച്ചത് കൊണ്ട് വന്നതാ. പക്ഷേ ഞാൻ എൻ്റെ നിലപാട് വ്യക്തമായി പറഞ്ഞതാണല്ലോ. അത് അവളുടെ ചെവിയിൽ കയറിയില്ല. അനാമിക മോളെ തട്ടിക്കൊണ്ടുപോയത് നന്ദുവിൻ്റെ നിർദ്ദേശപ്രകാരം അവളുടെ കൂട്ടുകാർ തന്നെയാണ്. എന്നിട്ട് അവളും നയനയും കൂടിയാ ഈ നാടകം മുഴുവൻ കളിച്ചത്. ഏയ്, നയന ഒരിക്കലും അങ്ങനെ വൃത്തികെട്ടൊരു പരിപാടിക്ക് കൂട്ടുനിൽക്കില്ല. അവളോടുള്ള എൻ്റെ മതിപ്പൊക്കെ പോയി അജയേട്ടാ. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് അവളെക്കാളും മെച്ചം നവ്യയാണെന്നാ. ഒന്നുമില്ലെങ്കിലും മനസ്സിലുള്ളത് അവൾ തുറന്നടിച്ച് പറയും. എന്നാൽ ഇവളങ്ങനെയല്ല, എല്ലാം ഉള്ളിൽ വെച്ചിട്ടാ അവളുടെ പെരുമാറ്റം. ഇപ്പം തന്നെ കണ്ടില്ലേ, ഏട്ടത്തിൽ നിന്നും ആദർശിനെ തന്ത്രപരമായിട്ട് മാറ്റിക്കൊണ്ടിരിക്കുക അവൾ. നാളെ കല്യാണം, നീ ഒന്ന് കിടന്നുറങ്ങാൻ നോക്ക്. വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയാതെ. ഇതൊക്കെ നിൻ്റെ മനസ്സിൽ തന്നെ വെച്ചാൽ മതി, ആരോടും പറയണ്ട. അല്ലെങ്കിൽ തന്നെ നമുക്ക് അടുത്ത മരുമകൾ വരുമ്പം തന്നെ ഇവിടെയുള്ള 2 മരുമകൾ പാഴ് ആണെന്ന് എന്നും ഏട്ടത്തി പറയുന്നുണ്ട്. അതിനുള്ള യോഗ്യതയെ രണ്ടിനും ഉള്ളൂ. അതവർക്കറിയാം. അതുകൊണ്ടാണ് നമുക്ക് നല്ലൊരു മരുമകളെ കിട്ടരുത് എന്ന് അവർ ആഗ്രഹിക്കുന്നത്. പിന്നെ കാണിക്കുന്നത് അനിയെയാണ്. അനി കിടന്നിടത്തുനിന്നും എന്തൊക്കെയോ ആലോചിച്ച് ചിന്തിച്ചിട്ട് എണീച്ചിട്ട് ഇരിക്കുകയാണ്. അവൻ നന്ദുവിനോട് പറഞ്ഞ കാര്യമാണ് ചിന്തിക്കുന്നത്. അങ്ങനെ തെറ്റിദ്ധരിക്കുന്ന ഒരു പെൺകുട്ടിയെയാണ് ഭാര്യയായി വരുന്നതെങ്കിൽ അത് മുളയിലേ നുള്ളുന്നത് നല്ലത്. ദേ അനി, നമുക്ക് ഈ സംസാരം ഇവിടെ വെച്ച് നിർത്താം, നന്ദു പറയാണ്. എൻ്റെ പേര് പറഞ്ഞ് ഒരിക്കലും അനിയുടെ വിവാഹം മുടങ്ങാൻ പാടില്ല. അത് എന്നെ മാത്രമല്ല, എൻ്റെ 2 ചേച്ചിമാരെയും ബാധിക്കും. ഇപ്പം തന്നെ ഇവിടെ പലർക്കും സംശയമുണ്ട്. ആ സംശയം ഇനിയും ബലപ്പെടാൻ പാടില്ല. പിന്നെ കിടന്നിടത്തുനിന്ന് ഉറക്കം വരാതെ ആദർശ് എണീറ്റ് പുറത്തു പോവാണ്. ഇവനെന്താ മുറിയുടെ വാതിൽ അടക്കാതെ കിടക്കുന്നേ? അനി എന്ന് പറഞ്ഞ് ആദർശ് അനിയുടെ റൂമിലേക്ക് വരികയാണ്. അനി അനി എന്ന് ആദർശ് വിളിച്ചു നടക്കുകയാണ്. എന്നിട്ട് പറയാണ്, നാളെ കല്യാണമായിട്ട് ഇവനെ എവിടെ പോയി കറങ്ങി കളിക്കുക? അനി അനി എന്ന് വിളിച്ച് ആദർശ് വീട്ടിൽ മൊത്തം തിരയാണ്. ആദർശ് മുകളിൽ തന്നെ നിന്നിട്ട് ചിന്തിക്കുകയാണ്, ഇവൻ ഈ രാത്രിയിൽ ബൈക്ക് കൊടുത്തുകൊണ്ട് എവിടെ പോയിരിക്കുക? ആദർശ് പിന്നെ ഫോണിൽ വിളിച്ച് നോക്കുകയാണ്. അപ്പോൾ 2 തവണ വിളിച്ചിട്ടും ഫോണിൽ കിട്ടുന്നില്ല. അപ്പോൾ ആദർശ് പറയാണ്, ഇവനെന്താ ഫോൺ എടുക്കാത്തത്? പിന്നെ ആദർശ് മുറിയിൽ വന്നിട്ട് ലൈറ്റ് ഇട്ടിട്ട് വിളിക്കുകയാണ്, നയനെ, എടി നയനെ. എന്താ എടി, എണീക്ക്, അവനെ കാണുന്നില്ല, അനിയെ. എന്താ പറഞ്ഞേ? അനിയോടെ പോയി? പെട്ടെന്ന് ഞെട്ടി എണീക്കാണ് ഞാൻ. അറിയില്ല, അവൻ്റെ മുറിയിലും മറ്റെല്ലായിടത്തും ഞാൻ നോക്കി.
അവൻ്റെ ബൈക്കും കാണുന്നില്ല, പുറത്തു പോയി എന്നുള്ള കാര്യം ഉറപ്പാ. അല്ല, ആദർശേട്ടൻ വിളിച്ചു നോക്കിയില്ലേ? ആ വിളിച്ചു, വിളിച്ചിട്ട് എടുക്കുന്നുമില്ല. റിങ് ചെയ്യുന്നുണ്ട്, പക്ഷെ അവൻ എടുക്കുന്നില്ല. സമയം ഇപ്പോൾ 12 മണി ആവുന്നു. ഈ സമയത്ത് അവൻ എവിടെ പോകാനാ? നാളെ അവൻ്റെ കല്യാണാ. അങ്ങനെയുള്ളപ്പോൾ അവൻ പിന്നെ എവിടെ പോകാൻ ആദർശേട്ടാ? എനിക്കൊന്നും അറിയത്തില്ല. ഞാൻ പറഞ്ഞില്ലേ, അവൻ ആകെ ടെൻഷനിലായിരുന്നു. അവന് ഈ കല്യാണത്തിന് ഒട്ടും താല്പര്യമില്ലായിരുന്നു. എന്നാൽ അവൻ്റെ മനസ്സിലുള്ള പെണ്ണേതാണെന്ന് പറയത്തുമില്ല. അത് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാമായിരുന്നു. ഇനിയിപ്പോൾ അന്യജാതിയിൽപ്പെട്ട പെൺകുട്ടിയാണെങ്കിലും കുഴപ്പമില്ല. അവൻ്റെ ഇഷ്ടമല്ലേ നമ്മൾ നോക്കേണ്ടത്. ഈ അനാമികയുണ്ടല്ലോ, അവൾ കുറച്ച് ഓവർ സ്മാർട്ടാ. അവന് കുറച്ച് അടക്കോ ഒതുക്കയോ ഒക്കെയുള്ള പെൺകുട്ടികളെ ഇഷ്ടം. ഇനിയിപ്പോൾ എന്തു ചെയ്യാനാ? നാളത്തെ കല്യാണം വേണ്ടെന്ന് വെക്കാൻ പറ്റുമോ? അപ്പം നാന പറയാണ്, ഇപ്പം നമ്മൾ അതൊന്നുമല്ല സംസാരിക്കേണ്ടത്. എത്രയും പെട്ടെന്ന് അനി എവിടെയുണ്ടെന്ന് കണ്ടെത്തണം. എവിടെയാണെന്ന് വെച്ച് തിരക്കി പോകാനാ? വിളിച്ചിട്ടാണെങ്കിൽ ഫോൺ എടുക്കുന്നുമില്ല. ആദർശ് അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അപ്പം വീണ്ടും നാന വന്നിട്ട് പറയാണ്, ഒന്നുകൂടി ഒന്ന് വിളിച്ചു നോക്കിയേ. സ്വിച്ച് ഓഫാ. ഇവനിത് എങ്ങോട്ട് പോയെന്ന് അറിയില്ലല്ലോ. അവന് ഈ കല്യാണത്തോട് താല്പര്യമില്ലെന്ന് ഒരുപാട് തവണ പറഞ്ഞതാ. ഇനിയിപ്പോൾ എങ്ങോട്ടെങ്കിലും മുങ്ങിയതായിരിക്കുമോ? ആദർശിനെ ഒന്നും ആലോചിച്ചില്ല, പോലീസിനെ വിളിക്കുകയാണ്. അപ്പോൾ പോലീസ് ചോദിക്കുകയാണ്, എന്താ സാറേ ഈ നേരത്ത്? സാറേ, അത് നാളെ എൻ്റെ അനിയൻ്റെ കല്യാണമാണ്. ഇപ്പോൾ അവനെ കാണുന്നില്ല. ഏ, രാത്രിയിൽ എങ്ങോട്ടോ ഇറങ്ങിപ്പോയതാ. വിളിച്ചിട്ടാണെങ്കിൽ മൊബൈൽ ഓഫ്. നേരത്തെ കല്യാണ പെണ്ണിനെയാണ് കാണാതായത്. ഇപ്പോൾ ചെറുക്കനെ മുങ്ങിയോ? സാറേ, സമയം ഇത്രയായില്ലേ. അവനാണെങ്കിൽ ഈ കല്യാണത്തോട് വലിയ താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് ഇനി മനഃപൂർവ്വം എങ്ങോട്ടെങ്കിലും മാറിയതാണോ എന്നാണ് എൻ്റെ സംശയം. സാറ് ടെൻഷൻ അടിക്കണ്ട. അയാളുടെ മൊബൈൽ നമ്പർ കണ്ടുപിടിച്ച് നമുക്ക് ലൊക്കേഷൻ കണ്ടുപിടിക്കാം. ആ നമ്പർ ഒന്ന് പറഞ്ഞേ. പിന്നെ ആദർശ് ആ പോലീസിന് നമ്പർ പറഞ്ഞു കൊടുത്തു. അപ്പോൾ പോലീസ് പറയാണ്, ശരി, ഓക്കെ, ഞാൻ ഉടനെ അങ്ങോട്ട് വിളിക്കാം. ശരി. മൊബൈൽ ലൊക്കേഷൻ നോക്കി ആളെ കണ്ടുപിടിക്കാമെന്നാണ് എസ് ഐ പറഞ്ഞത്. നാനയോട് പറയാണ്. എന്നാലും അവൻ ഈ സമയത്ത് ഇങ്ങനെയൊരു ചതി ചെയ്തല്ലോ. നാളെ അവനിവിടെ ഇല്ലെങ്കിൽ അത് എല്ലാവർക്കും ഒരു ഷോക്കായിരിക്കും. നയന അതിനേക്കാൾ ഷോക്കായി. അപ്പോൾ ആദർശ് പറയാണ്, അല്ല, നന്ദുവും അവനും നല്ല ഫ്രണ്ട്സാണല്ലോ. ഇനിയിപ്പോൾ അവരൊന്നിച്ചായിരിക്കുമോ പോയിരിക്കുന്നത്? ഞാനൊന്ന് നോക്കട്ടെ ആദർശേട്ടാ. പിന്നെ നന്ദുവിൻ്റെ മുറിയിലെ ഡോറിന് മുട്ടുകയാണ്. അപ്പോൾ നന്ദു ആരാണെന്ന് അറിയാതെ എണീക്കാണ്. എന്താ ചേച്ചി, നിന്നെ അനി വിളിക്കുക മറ്റോ ചെയ്തായിരുന്നോ? ഇല്ലല്ലോ. എന്ത് പറ്റി ചേച്ചി? അനിയെ കാണാനില്ല മോളെ. ബൈക്കിൽ എങ്ങോട്ടോ പോയതാ. വിളിച്ചിട്ടാണെങ്കിൽ എടുക്കുന്നുമില്ല. ആദർശേട്ടനാണെങ്കിൽ ആകെ അപ്സെറ്റാ. എനിക്കും നല്ല പേടിയുണ്ട്. ഈ രാത്രി അനി എങ്ങോട്ട് പോകാനാ നന്ദു പറയാ? നിന്റെ ഫ്രണ്ട്സുമായിട്ട് അവന് നല്ല അടുപ്പല്ലേ. ഇനി അവരുടെ അടുത്തേക്ക് എങ്ങാനും പോയി കാണുമോ? പോലീസിൽ വിവരം അറിയിച്ചിട്ടുണ്ട്. മൊബൈൽ ലൊക്കേഷൻ കിട്ടുവാണെങ്കിൽ അറിയിക്കാമെന്ന് എസ് ഐ പറഞ്ഞിട്ടുമുണ്ട്. അനിയെ കാണാനില്ല എന്നുള്ള വിവരം അറിഞ്ഞാൽ ഇളയമയുടെ സ്വഭാവം അറിയാലോ. ഇളയമ നീയും അനിയും തമ്മിൽ അടുപ്പത്തിലാണെന്നുള്ള വിവരം എല്ലാവരോടും ഇവിടെ വിളിച്ചു പറയും. അതുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് അനിയെ കണ്ടെത്തിയേ പറ്റൂ. ഇല്ല ചേച്ചി, കുറച്ച് മുമ്പ് എന്നെ കണ്ടപ്പോൾ അനി തന്ന സാരി ഉടുത്തിട്ട് കല്യാണത്തിന് വരണം എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ആ സമയത്ത് എങ്ങോട്ട് പോകുന്ന കാര്യമൊന്നും പറഞ്ഞില്ല. അപ്പോൾ നാന പറയാണ്, ഇനിയിപ്പോൾ എവിടെ പോയി അന്വേഷിക്കാനാ ദൈവമേ. ആദർശ് പോയിട്ട് വിഷമിച്ചിട്ട് അവിടെ ഇരിക്കുകയാണ്. അപ്പോഴാണ് ആദർശിൻ്റെ ഫോണിലൊരു കോൾ വന്നത്. ഹലോ, പറയണം സാർ. അത് പിന്നെ ഈ കോതക്കുളത്ത് അനിയന് ഫ്രണ്ട്സോ മറ്റ് ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ ആദർശ് പറയാണ്, എനിക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല സാർ. അയാളുടെ മൊബൈൽ ലൊക്കേഷൻ കാണിക്കുന്നത് ആ ഏരിയയിലാണ്. ഏതായാലും അവിടെ ഒന്ന് തിരക്കി നോക്ക്. കണ്ടില്ലെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. ഇല്ലെങ്കിൽ നമുക്ക് മറ്റുള്ള വഴി അന്വേഷിക്കാം. ശരി സാർ. അപ്പോഴാണ് നയന വന്നിട്ട് വിളിക്കുന്നത്. ആദർശേട്ടാ. ആരാ വിളിച്ചത്? എസ് ഐയാ വിളിച്ചത്. അനിയുടെ മൊബൈൽ ലൊക്കേഷൻ കോതക്കുളത്താണെന്ന് പറയുന്നു. കോതംകുളത്തോ? അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് അവിടെ വരെ ഒന്ന് പോകാം. അവിടെ അവന് പരിചയമുള്ള ആരെങ്കിലും ഉണ്ടോ? അവിടെ ഒരു റിസോർട്ടുണ്ട്. അവിടെ നന്ദുവിൻ്റെയും അനിൻ്റെയും ഒക്കെ ഒരു ഫ്രണ്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അവിടേക്ക് ഇടയ്ക്ക് ഇവരൊക്കെ പോവാറുള്ളതാ. മിക്കവാറും അനി അവിടെ കാണും. ഇനി അനി അവിടെ ഇല്ലെങ്കിൽ അവൻ്റെ ഫ്രണ്ടിനെ ഒന്ന് കാണാം. അവർക്ക് ചിലപ്പോൾ അറിയാൻ കഴിഞ്ഞേക്കും അനി എവിടെയുണ്ടെന്ന്. തൽക്കാലം നമുക്കിതാരോടും പറയണ്ട. വേണ്ട ആദർശേട്ടാ, എന്തിനാ മറ്റുള്ളവരെ കൂടി വിഷമിപ്പിക്കുന്നേ? നാളെ കല്യാണമായതുകൊണ്ട് അവരൊക്കെ നേരത്തെ കയറിക്കിടന്നു ഉറങ്ങി. അവരൊക്കെ സുഖമായിട്ട് ഉറങ്ങട്ടെ. എന്തായാലും അനിയായിട്ട് തിരിച്ചു വന്നാൽ മതി. അവൻ എല്ലാവരുടെയും മനസ്സമാധാനം കളയുക. നീ വാ. അവർ പിന്നെ മെല്ലെ വാതിൽ തുറന്ന് പുറത്തിറങ്ങിയിട്ട് പോവാണ്.
ഇനി കാറ് സ്റ്റാർട്ട് ചെയ്യുന്ന ശബ്ദം കേട്ട് ആരെങ്കിലും ഉണരുമോയെന്നറിയില്ല. അപ്പോൾ നയന പറയാണ്, പെട്ടെന്ന് പോകാം ആദർശേട്ടാ. അവൻ ഈ കല്യാണത്തിന് തീരെ താല്പര്യമില്ല. അങ്ങനെ ഇഷ്ടമില്ലാത്ത കല്യാണം നടത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇനി പ്രശ്നം അങ്ങത്തോളം പ്രശ്നമായിരിക്കും. അതിനിപ്പോൾ വാഴക്കല്യാണമൊക്കെ നടത്തിയില്ലേ ആദർശേട്ടാ. പിന്നെ നമ്മളും ഒട്ടും ഇഷ്ടമില്ലാതെ തന്നെയല്ലേ ജീവിതം തുടങ്ങിയത്. ഇപ്പോഴും എല്ലാ അർത്ഥത്തിലും നമ്മുടെ ദാമ്പത്യം വിജയമാണെന്ന് പറയാൻ പറ്റുമോ? എങ്കിലും പഴയതിലും ആശ്വാസമില്ലേ? ആ ആശ്വാസം എന്തുകൊണ്ടാണ് ഉണ്ടായത്? നമ്മുടെ കല്യാണം കഴിഞ്ഞ മുഹൂർത്തം വളരെ നല്ലതായിരുന്നു എന്നാണ് പുരോഹിതൻ പറഞ്ഞത്. നമ്മൾ വേർപിരിയണമെന്ന് ആഗ്രഹിച്ചാൽ പോലും നമുക്ക് രണ്ടാവൻ ആവില്ലെന്ന പുരോഹിതൻ മുത്തശ്ശനോട് പറഞ്ഞത്. അതേ ആൾ തന്നെയാണ് ഇവിടെ 2 കല്യാണം നടക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് അത്തരം കാര്യങ്ങളൊന്നും സംസാരിക്കണ്ട. നാളെ കല്യാണം, അത് തടസ്സങ്ങളൊന്നും ഇല്ലാതെ നടക്കണം. എനിക്കത്രയേ ഉള്ളൂ. നീ പറഞ്ഞെടുത്ത് അവനുണ്ടാവുമോ? ആ ഭാഗത്തല്ലേ മൊബൈൽ ലൊക്കേഷൻ കാണിക്കുന്നത്. അപ്പോൾ അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ടാവുമല്ലോ. എൻ്റെ കാര്യങ്ങളെക്കാൾ ഞാൻ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അവൻ്റെ കാര്യങ്ങൾക്കാണ്. അത് നിനക്കറിയാലോ. നമ്മുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം നമ്മൾ തമ്മിലുള്ള സംസാരം പോലും കുറഞ്ഞത്. പിന്നെ അവൻ്റെ സങ്കടങ്ങളൊക്കെ പറഞ്ഞിരുന്നത് അത് നിന്നോടാ. എന്നിട്ട് നിനക്ക് കണ്ടെത്താൻ പറ്റിയില്ല അവൻ സ്നേഹിക്കുന്ന പെൺകുട്ടി ആരാണെന്ന്. പിന്നെ നിൻ്റെ അനിയത്തി അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാ. അവൾക്കും മനസ്സിലാക്കാൻ പറ്റിയില്ല അവൻ്റെ മനസ്സിലാരാണുള്ളതെന്ന്. അവർ 2 പേരും ആ സ്ഥലത്തെത്തി. എന്നിട്ട് ആദർശ് ഇറങ്ങിയിട്ട് ഞാനോട് ചോദിക്കുകയാണ്, അവൻ ഇവിടെ വരും എന്നുള്ള കാര്യം നിന്നോട് പറഞ്ഞിട്ടുണ്ടോ? ഇടയ്ക്കൊക്കെ വന്നിട്ടുണ്ട്. നീ വാ, നമുക്ക് നോക്കാം. ഇവിടെ റോഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റാഫില്ലേ? ഉണ്ട് മാഡം. അവൻ ഡ്യൂട്ടിയിലല്ല, ഫ്രണ്ട്സുമായിട്ട് മുറിയിലുണ്ട്. അപ്പോൾ ആദർശ് ചോദിക്കുകയാണ്, റൂം നമ്പർ എത്രയാ? 307. നാന വാ. ഏത് നേരവും നന്ദുവിൻ്റെ കൂടെയുള്ളത് രാകേഷും വിഘ്നേഷുമാണ്. ഈ റോഷൻ എന്ന് പറയുന്ന ആൾ വല്ലപ്പോഴേ അവരോടൊപ്പം കൂടാറുള്ളൂ. ഇതല്ലേ റൂം? ആ എന്ന് പറഞ്ഞ് അവൻ തട്ടുകയാണ്. ഒരാൾ വന്ന് കഥ തുറന്നു. എന്നിട്ട് പറയാണ്, ചേച്ചിയോ? അപ്പോൾ അവൾ പറയാണ്, അനി ഇവിടെ ഉണ്ടോ? അത് എടാ അനി, എഴുന്നേൽക്കടാ, എഴുന്നേൽക്ക്. അനിയോ? ആരുടെ അനി? നീ എന്തായി കാണിക്കുന്നേ? നാളെ കല്യാണമായിട്ട് നീ എന്തായി കാണിക്കുന്നേന്ന്? കല്യാണം? ആരുടെ കല്യാണം? എവിടുത്തെ കല്യാണം? അപ്പോഴേക്കും ആദർശിൻ്റെ കയ്യിൽ നിന്ന് അവന് കിട്ടിക്കഴിഞ്ഞു. ഏയ് ആദർശേട്ടാ, വേണ്ട. ആദർശേട്ടാ, എന്തായി കാണിക്കുന്നേ? ഇവൻ പറയുന്നത് കേട്ടില്ലേ നീ? പിന്നെ ഞാൻ. അപ്പോൾ വീണ്ടും ഞാൻ പറയാണ്, ആദർശേട്ടാ എന്തിനാ ഇങ്ങനെ അടിക്കുന്നേ? പിന്നെ ഇവൻ എന്ത് തോന്നിയ ദിവസമായി കാണിച്ചത്? പിന്നെ മറ്റുള്ളവരോട് പറയാണ്, എടാ നിനക്കൊക്കെ എന്തിൻ്റെ കേട്ടാടാ? നാളെ ഇവൻ്റെ കല്യാണം എന്ന് അറിഞ്ഞൂടെ? എന്നിട്ടാ ഇവനെ കുടിപ്പിച്ചത്? കല്യാണം? ആരുടെ കല്യാണം? ഇവിടെ ഒരു കല്യാണം നടക്കില്ല. എടാ നീ മിണ്ടാതിരുന്നോ? അപ്പോഴാണ് ഒരാൾ വിളിക്കുന്നത്, ആദർശേട്ടാ ഞങ്ങളാരും പ്രതികളല്ല, നടന്നത് എന്താണെന്ന് ഞാൻ പറയാം. അങ്ങനെ നടന്നത് എന്താണെന്ന് അവൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ആ വിഷയം നാളെ കാണാം. അടുത്ത പുതിയ വിശേഷവുമായിട്ട് ഉടൻ വരുന്നതാണ്. അതുവരേക്കും സീ യു ഓൾ.